തൃശൂർ വോട്ടർ പട്ടിക ക്രമക്കേടിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകും എന്നാണ് പ്രതികരണം. ആരോപണം ഉന്നയിച്ച വാനരന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് സുരേഷ് ഗോപി പരിഹസിച്ചു. കണ്ണാടി നോക്കിയായിരുന്നു സുരേഷ് ഗോപി അത്തരമൊരു പ്രതികരണം നടത്തേണ്ടത് എന്നായിരുന്നു DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ മറുപടി. JSK സിനിമാ വിവാദം, ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മൗനം തുടർന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ആദ്യമായി മൗനം വെടിഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ആരോപണമുന്നയിച്ച നേതാക്കളെയും പരിഹസിച്ചു. നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ, ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഒരു ഉന്നയിക്കലുമായിട്ട്, അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. വാനര പരാമർശം സുരേഷ് ഗോപി കണ്ണാടി നോക്കി നടത്തണമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് തിരിച്ചടിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞത് കണ്ണാടി നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രയോഗം നടത്താൻ അദ്ദേഹം തയ്യാറായത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ജനാധിപത്യത്തെ തകർക്കാനാണ് BJPയും CPIയും ശ്രമിക്കുന്നതെന്ന് UDF കൺവീനർ അടൂ പ്രകാശ് ആരോപിച്ചു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ മുൻ MP TN പ്രതാപന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.